ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്തിങ്ങനെ കാലത്തെ റെഡിയൊക്കെ ആയി നിൽക്കണേ നിങ്ങൾ വിചാരിക്കണ്ടല്ലേ. ഒരു കുറുമ്പിനെ കണ്ടില്ലേ, കാലത്തന്നെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കണ കണ്ട. അവൾക്ക് ഇപ്പം അതന്നെ പരിപാടി, കുറുമ്പിൻ്റെ ആശാത്തി ആയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ എൻ്റെ സ്വഭാവം കിട്ടിക്കണമെന്നാ പറയണം, അപ്പോൾ മോശമാവില്ലല്ലോ അല്ലേ. ഞങ്ങളൊക്കെ റെഡി ആയിട്ട് ഒരു യാത്ര പോവാണ് കേട്ടോ. നമ്മളൊരു 4-5 ദിവസത്തെ ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ കാശിക്ക് പോവാണ് ഗൈസ്. അപ്പോൾ കാശിക്ക് പോവാനുള്ള റെഡി ആവല്ലാണ് കേട്ടോ. നമ്മൾ കാലത്ത് നേരത്തെ എണീച്ചതാ 3 മണി ആയിട്ടുള്ളൂ. ആ സമയത്ത് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിണ്ടുച്ചേനൊക്കെ റെഡി ആയി ഇരുത്തിയിട്ടുണ്ട് അമ്മ. ഞാനും റെഡി ആവല് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഡ്രസ്സൊക്കെ മാറാറുള്ളൂ. ചിണ്ടു അവിടെ സ്ലൈഡ് ചെയ്ത് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ലോങ് ട്രിപ്പാണ് കേട്ടോ. നമ്മളെങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിലാണ് പോണത് കേട്ടോ. ചിണ്ട് ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. ഞങ്ങളൊക്കെ കയറിയിട്ടുണ്ട്, ചിണ്ട് ഇതുവരെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല. അപ്പോൾ ചിണ്ടുവിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രിപ്പാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഗൈസ്. അവൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക, വാശി പിടിക്കുകയോ എന്താവോ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വന്നു കേട്ടോ. ബന്ധുക്കളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ കുറച്ച് വെളിയിടാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, മരിച്ചതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിൽ എത്തിയിട്ടാ. ചിണ്ടുവിന് ഉറക്കം പിടിച്ചിരിക്കുകയാണ്. കാലത്ത് തന്നെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമുണ്ട് കേട്ടോ അവളുടെ മുഖത്ത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തിയിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുക്കണം. ഓൺലൈനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉള്ള കാരണം അവരുടെയൊക്കെ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒരു 3 പാക്ക് ലഗേജൊക്കെ ഉണ്ട്. ഒരാൾക്ക് എത്ര 15 കിലോനാ വെയിറ്റ് ആകത്രേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളിതാ ക്യൂവിലൊക്കെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തൊക്കെ സെറ്റാക്കി നമ്മൾ ഉള്ളിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അവളിങ്ങനെ പുതിയൊരു സ്ഥലം കണ്ട പോലെയാണ് അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ. എന്താ പറയുക, കളിക്കണ ഏതോ സ്ഥലത്തെത്തി അങ്ങനത്തെ ഒരു മൂടാണ് കേട്ടോ. അവളിങ്ങനെ നോക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ, എന്താ ഇവിടെ നടക്കണേ, കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതാണ് അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഗൈസ്. അവൾ നല്ല എക്സൈറ്റഡ് ആണ്. ആൾക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ആള്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ നേരിട്ട് വാരണാസിക്ക് ഫ്ലൈറ്റ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റിലാണ് പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിലാണ് കയറണത് കേട്ടോ. ബാംഗ്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് വേറെ ഫ്ലൈറ്റിൽ നമ്മൾ വാരണാസിക്ക് പോകും. അവിടെ ഒരു 2-3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി നമ്മൾ സീറ്റൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവൾ എല്ലാ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ ആദ്യം കുറച്ച് നേരം എൻ്റെ അടുത്തിരിക്കും, പിന്നെ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് പോയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവൾ ഉറങ്ങില്ല കേട്ടോ. മെനുവിൻ്റെ ഒക്കെ ബുക്കൊക്കെ എടുത്ത് വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു മൂപ്പരാൾ. അങ്ങനെ എയർ ഹോസ്റ്റസ് ഒക്കെ വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. കൊച്ചിനെ കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, പ്രഷർ ബാലൻസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി, ഇതാ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിണ്ടു ഉറങ്ങിയിട്ടില്ല, അവൾ ഉറങ്ങില്ല. എങ്ങടേലും പോവുകയാണെങ്കിൽ അവൾക്ക് ഉറങ്ങില്ല, അല്ലെങ്കിൽ അവൾ ഉറങ്ങും കേട്ടോ. അമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ നടന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളിനി ലോഞ്ചിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. കാരണം അടുത്ത ഫ്ലൈറ്റ് വരാൻ 2-3 മണിക്കൂർ ഡിലേ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. സാധാരണ എനിക്ക് ബാഗൊന്നും ഇടാൻ ഇഷ്ടമല്ല, പിന്നെ കൊച്ചുള്ള കാരണം കൊച്ചിന് അമ്മയുടെ അടുത്ത് കൊടുത്ത് ഞാൻ ബാഗ് സെറ്റാക്കി. അങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ എസ്കലേറ്ററിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അമ്മ അവളെങ്ങനെ ഓടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ മുമ്പ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നതിനേക്കാളും കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ അവളതിനായിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മളിതാ അടുത്ത ഫ്ലൈറ്റിൽ കയറാനുള്ള പോക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ലഗേജ് 5 കിലോന കുറവുള്ള ലഗേജ് നമുക്ക് കയ്യിൽ പിടിക്കാം, ഒരു ചെറിയ ബാഗേജ്. അങ്ങനെ അതും കൊണ്ടിട്ട് നമ്മളിതാ അടുത്ത ഫ്ലൈറ്റ് കയറാനുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറേ പ്ലെയിനുകൾ അവിടെ നിരത്തിയിട്ടേക്കണ കണ്ടു. നമ്മൾ കാർ നിരത്തിയിട്ടേക്കണ പോലെ പാർക്ക് ചെയ്യാൻ കുറേ പ്ലെയിനുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചിണ്ടുവിന് അതൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അവൾ അതൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് കാര്യമായിട്ട്. എന്താണെന്ന് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാലും അവളത് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് ആ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ ഗായ്സ്.
അവൾക്ക് അപ്പോൾ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അവൾ നിന്നിട്ട് നൈസായിട്ടൊന്ന് ഉറങ്ങി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ. നല്ല എന്താ പറയുക, ടയേർഡായിരുന്നു എല്ലാവരും. കുറേ നേരം ഫ്ലൈറ്റൊക്കെ വെയിറ്റ് ചെയ്തിരുന്നൊന്നും ഉറങ്ങിയിട്ട് ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ വീണ്ടും എയർ ഹോസ്റ്റസ് വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ചിണ്ടുവിന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മളൊരു ഗോർമെറ്റിൻ്റെ ഒരു പോപ്കോൺ വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെയല്ലേ കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗോർമെറ്റിൻ്റെ പോപ്കോൺ വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അവളത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ ഗൈസ്. നമ്മൾ ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് വെച്ചാൽ വാരണാസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതത്ര വലിയ എയർപോർട്ടൊന്നുമല്ല. അപ്പോൾ വാരണാസി, നമ്മളിനി വാരണാസി പോവാണ് ഗൈസ്. നമ്മളിവിടെ എത്തി. ചെറിയ എയർപോർട്ടാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് പോകണം അങ്ങോട്ട്. ബാക്കി വഴി കാണാം. അങ്ങനെ നമ്മൾ വാരണാസി എത്തിയതാ. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല, കുറച്ച് ചെറിയൊരു എയർപോർട്ടാണ്. ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എയർപോർട്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സീസണായ കാരണം കുറേ ആൾക്കാർ വരുന്നുണ്ട്, ഫോറിനേഴ്സ് അങ്ങനത്തെ ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരെക്കാൾ കൂടുതൽ പുറത്തെ ആൾക്കാരാണ് അവിടെ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളൊരു കാറ് വിളിച്ച് നമ്മൾ വാരണാസി മറ്റേ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്താണ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ചിണ്ടു ഇങ്ങനെ കാറിലെ യാത്രയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്, കാരണം നല്ല തണവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവളെ സെറ്ററൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നല്ല സുഖമാണ്. അപ്പോൾ അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. അവളെ വയയിൽ വേരിലൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഹോട്ടലിൽ കയറി. അപ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാഗേജൊക്കെ ഹോട്ടലിൽ വെച്ചിട്ട് രാത്രി പുറത്ത് ഒന്ന് നടക്കാൻ പോവാം, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് വെറുതെ കാണാം. എന്തായാലും വന്നതല്ലേ, രാത്രി കിടന്ന് ഉറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ പുറത്ത് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവളെ സെറ്ററൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. അവളിങ്ങനെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അത് കാരണം അവളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി. അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. രാത്രി അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു രാത്രി. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. ബൈ ഗായ്സ്.